കുമ്പക്കാടൻ മാഷേ, വിമാനത്തിൽ കയറിയിട്ടുണ്ടോ? വിമാനത്തിൽ കയറിയിട്ടില്ല. എന്തുകൊണ്ടാണ് കയറാത്തെ? കയറാനുള്ള ഒരു അവസരം ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ വെളിയിലോട്ടൊന്നും പോകാൻ ശ്രമിച്ചിട്ടില്ല. ഓക്കെ. പിന്നെ ഈ കാണുന്ന എന്താ പറയുക, വലിയ സംഗതി ഈ മേളിൽ കൂടെ പോകുമ്പോൾ ഇത് താഴെ വീഴുമെന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് എല്ലാം ബൈ ലാൻഡാണ് ട്രാവൽ. അല്ല, അവസരം കിട്ടിയാലെന്ന് പറഞ്ഞാൽ നമ്മൾ വെളിയിലോട്ട് പോകാനുള്ള ഒരു സംവിധാനത്തെ ഇതുവരെ നോക്കിയിട്ടില്ല. ഓക്കെ. എന്നാലും നമുക്കൊരു അവസരത്തിനായിട്ട് ശ്രമിക്കാം അല്ലേ, കാത്തിരിക്കാം. പിന്നെ നമ്മുടെ സപ്താ റിസോർട്ട് എങ്ങനെയുണ്ട്? സപ്താ റിസോർട്ട് പൊളിയാണ് കേട്ടോ. അത് കാരണം എന്ന് പറഞ്ഞാൽ 5 ഏക്കറിൽ, കാരണം എന്ന് പറഞ്ഞാൽ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട്. കാരണം ഒരു നടപ്പാതയിൽ കൂടെ ഇറങ്ങിയിട്ട് വേറൊരു ബിൽഡിങ്ങിലേക്ക് പോകുന്നു, അതിൻ്റെ ഭയങ്കര രസം. ഫുഡൊക്കെയാണെന്നെങ്കിൽ എണ്ണം കാച്ച സാധനം. പിന്നെ ആംബിയൻസ് ഗാർഡനൊക്കെ എങ്ങനെയുണ്ട്? ആംബിയൻസ് ഗാർഡനാണ്, ഇവിടുത്തെ ഗാർഡനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം പുൽത്തൈലം ഉണ്ടാക്കുന്ന പുല്ല് വരെ ഇവിടെ ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗമാണ്. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ കാണുന്ന ചെടികളെ പോലും വളരെ വെൽ അറേഞ്ച്ഡ് ആയിട്ട് വെച്ച് നല്ല സൂപ്പർ സെറ്റപ്പാണ്. ലാൻഡ്സ്കേപ്പ് തന്നെ കയറുമ്പോൾ തന്നെ നല്ല ഉഗ്രം വൈബാണ്. എല്ലാവരും പറഞ്ഞോ അല്ലേ? തീർച്ചയായിട്ടും വൈബ്. അതായത് സപ്തയിൽ വയനാട്ടിൽ വന്നാൽ സപ്ത സന്ദർശിക്കണം. അതെ. പിന്നെ മഹേന്ദ്ര, ഇതെന്താ മഹേന്ദ്ര റൈസ്? മഹേന്ദ്ര കിണ്ണം കാച്ചിയ വണ്ടിയല്ലേ അത്. അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. കാരണം മഹേന്ദ്രയുടെ വണ്ടിയാണ് അത്, ഓൾറെഡി വിജയിച്ചു കഴിഞ്ഞു. സ്ട്രോങ് ആണ്. നല്ല ഡിസൈൻസും ആണ്. ഓഫ് റോഡൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അകത്തിരുന്നിട്ടൊന്നും വലിയ ഫീലിംഗ് ഒന്നും ഇല്ല. ചാടുന്നതിൻ്റെ ഫീലിംഗ് ഒന്നും അതിൻ്റെ അകത്തില്ല. നല്ല കിണ്ണ സാധനം. ഓക്കെ, അപ്പോൾ കാണാം. താങ്ക് യു.